പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോബ് ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കുറേ എക്കണോമിക്സുകൾ ആക്ച്വൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. അതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള റിലേഷൻഷിപ്പ് കാണാൻ ഫിസിക്കൽ ഇൻപുട്ടും ഫിസിക്കൽ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇതിൽ മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള എംപിരിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇത് ഫൗണ്ട് ചെയ്തത് ഒരു ഏറ്റവും ബെസ്റ്റായിട്ട് കോബ് ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. കോബ് ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്ത് ചാൾസ് കോബും പോൾ ഡഗ്ലാസുമാണ്. ഇതിന് നമ്മൾ CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ദർ ആർ 2 ഇൻപുട്ട്, ലാബർ, ക്യാപിറ്റൽ, ഇവരിൽ 2 ഇൻപുട്ടാണുള്ളത്. കോബ് ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോളോയിങ് മാത്തമാറ്റിക്കൽ ഫോം Q = AL പവർ ആൽഫ K ബീറ്റ. Q = AL പവർ ആൽഫ K ബീറ്റ എന്നാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. where Q is the manufacturing output, L is the labor employed, K is the quantity of capital employed, A is the total factor productivity or technology are assumed to be constant. ഇതിൽ ഓരോന്ന് പറഞ്ഞു. എ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റിയാണ്. ദ ആൽഫ ആൻഡ് ബീറ്റ, ആൽഫയും ബീറ്റയും ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഓഫ് ലാബർ ആൻഡ് ക്യാപിറ്റൽ. ആൽഫ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഓഫ് ലാബറാണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഓഫ് ക്യാപിറ്റലാണ്. എ, ആൽഫ, ബീറ്റ ആർ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എയും ആൽഫയും ബീറ്റയും. നമ്മളിതിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് പ്രോപ്പർട്ടീസ് ഓഫ് കോബ് ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഒന്നാമത് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. The first important properties of CD production function as well as the other linearly homogeneous production function is the average and marginal product of factors depend upon the ratio of factors are combined for the production of a commodity. Average marginal product എന്ന് പറയുന്നത് average product, marginal product factors എന്തിനെ ഡിപ്പെൻഡ്? റേഷ്യോ ഫാക്ടേഴ്സ് ആർ കമ്പൈൻഡ്. റേഷ്യോ ഫാക്ടേഴ്സ് ആർ കമ്പൈൻഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി. നമ്മൾ ആദ്യം ഇതിനൊരു ഉദാഹരണമായിട്ട് APL നോക്കാം. APL കാണാൻ എങ്ങനെ? APL നമ്മൾ കാണാം എന്തുപയോഗിച്ചിട്ടാണ്? APL കാണാം Q ഡിവൈഡഡ് ബൈ L ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലാബർ Q ഡിവൈഡ് ബൈ L ആണ് കാണുന്നത്. ആവറേജ് പ്രൊഡക്റ്റ് ഈഫ് ലാബർ APL ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ബൈ ദ എമൗണ്ട് ഓഫ് ലാബർ. നമ്മൾ APL കാണുങ്ങനെ Q ഡിവൈഡഡ് ബൈ L ആണ്. Q ഡിവൈഡഡ് ബൈ L ആണ്. നമ്മൾ Q എന്ന് പറയുന്നത് AL ആൽഫ K ബീറ്റ ഡിവൈഡഡ് ബൈ L. ഓക്കെ, നമ്മൾ ഇതിൽ എന്ത് ചെയ്ത് A K ബീറ്റ നമ്മളെടുത്തു ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ പവർ എത്ര? 1 ആണ്. എന്നിട്ട് എന്ത് ചെയ്ത് അടിയിലോട്ട് ഈ മുകളിലുള്ള L പവർ ആൽഫയും കൊണ്ട് ഇൻറ്റു L മൈനസ് ആൽഫവും അടി കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? മൈനസ് ആൽഫവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇടാം? എ പവർ K ബീറ്റ ഡിവൈഡഡ് ബൈ L 1 മൈനസ് ആൽഫ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എ പവർ N ഇൻറ്റു എ പവർ M = എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എ പവർ N പ്ലസ് M എന്ന് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ എന്ത് ചെയ്യും? L പവർ 1 മൈനസ് ആൽഫ വരും. 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ്? കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് സ്കെയിൽ പ്രകാരം ആൽഫ പ്ലസ് ബീറ്റ = 1 ആണ്. അങ്ങനെയാണെങ്കിൽ ബീറ്റ = 1 മൈനസ് ആൽഫയാണ്. അപ്പോൾ ബീറ്റ എന്നിടാം. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും പവർ എന്താണ്? ബീറ്റയാണ്. അതുകൊണ്ട് A × K/L പവർ ബീറ്റ എന്ന് നമുക്കിടാം. ദ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലാബർ ഡിപ്പെൻഡ്സ് ഓൺ ദ റേഷ്യോ ഓഫ് ഫാക്ടേഴ്സ്. നോക്കുക, റേഷ്യോ ഓഫ് ഫാക്ടേഴ്സാണ് നമുക്ക് കിട്ടിയത്. എന്താണ്? K/L ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ അബ്സല്യൂട്ട് ക്വാണ്ടിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ് യൂസ്ഡ്. ഇവിടെ നമുക്ക് കിട്ടിയ ഇതെന്താണ്? APL A K ഡിവൈഡ് ബൈ L ഓൾ പവർ ബീറ്റയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അത് പ്രകാരം നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടി. അപ്പോൾ ഇവിടെ ഇതെന്താണ്? റേഷ്യോ ആണ്. K/L എന്ന് പറയുന്ന റേഷ്യോ ആണ്, അബ്സല്യൂട്ട് ക്വാണ്ടിറ്റി അല്ല എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം APL എന്ന് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നത് റേഷ്യോ ഫാക്ടേഴ്സാണ്. ഓക്കെ, അബ്സല്യൂട്ട് അല്ല വരിക. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. അത് നമ്മൾ ഏതിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം? നമ്മൾ ക്യാപിറ്റലിലും അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A × L ഡിവൈഡ് ബൈ K പവർ ആൽഫ വരും. ഓക്കെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് വരുമ്പോൾ ഇതുപോലെ ആൻസർ കിട്ടും. സോ ദ ആവറേജ് product of capital depends on the ratio of factors L divided by K and does not depend upon the absolute quantity of the. ഇനി അടുത്ത marginal product of factors. The marginal product of factors of a linear homogeneous production function also depends upon the ratio of factors. Marginal product of factors ratio of factors ആണ് കിട്ടുന്നത്. is independent of the absolute quantity of the factors used. Not the marginal product of factors says labor is the derivative of production function with respect to labor. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലാബർ എന്തായിരിക്കും? അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിരിക്കും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ. അത് പ്രകാരം Q = A × L പവർ ആൽഫ K × ബീറ്റ. അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ എല്ലും കെയും ഉള്ളത് കൊണ്ട് നമുക്കിതിൽ നിന്ന് പാർഷ്യൽ ഡെറിവേറ്റീവാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുക. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമ്മൾ L വെച്ചിട്ടാണ് കാണുന്നതെങ്കിൽ Q = A L ആൽഫ K ബീറ്റ
ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഈ ആൽഫ മുന്നോട്ട് വരും. ആൽഫ ഇൻറ്റു എ എൽ ആൽഫ മൈനസ് 1 കെ റേസ് ടു ബീറ്റ. ഓക്കെ, ആൽഫ മൈനസ് 1. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ ഈ എൽ ആൽഫ മൈനസ് 1നെ ഡിനോമിനേറ്ററായി കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 മൈനസ് ആൽഫ വരും. ഇവിടെയുള്ള പോസിറ്റീവുകളിൽ നെഗറ്റീവ് ആവും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ നേരത്തെ കിട്ടിയ ഭാഗം തന്നെ ഉണ്ടാവും. എന്താ കിട്ടുക? ആൽഫ ഇൻറ്റു എ കെ ഡിവൈഡഡ് ബൈ എൽ കെൻ്റെ ബീറ്റ. ഇവിടുത്തെ 1 മൈനസ് ആൽഫ എന്താവും? ബീറ്റവും. അപ്പോൾ എന്ത് കിട്ടും? ക്യൂ സീക്വൽ ടു എം പി എൽ സീക്വൽ ടു എന്താവും? ആൽഫ ഇൻറ്റു എ ഇൻറ്റു കെ ബൈ എൽ ഓൾ റേസ് ടു ബീറ്റ. എ ഇൻറ്റു കെ ബൈ എൽ ഓൾ റേസ് ടു ബീറ്റ എന്താവും? ബീറ്റ പറഞ്ഞാൽ എ പി എൽ ആണ്. സോ എം പി എൽ സീക്വൽ ടു ആൽഫ ഇൻറ്റു എ പി എൽ സീക്വൽ ടു ആൽഫ ഇൻറ്റു എ പി എൽ. ഓക്കെ, ഇനി എം പി കെ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്താ? ബീറ്റ ഇൻറ്റു എ പി കെ. അപ്പോൾ എം പി എൽ ഡിപ്പെൻഡ്സ് ഓൺ ക്യാപിറ്റൽ ലാബർ റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കെ ഡിവൈഡഡ് ബൈ എൽ ഉണ്ട്. അതേപോലെ നമ്മൾ അതുപോലെ തന്നെ എം പി കെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ലാബർ ക്യാപിറ്റൽ റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ പെർ വർക്കർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫാക്ടേഴ്സ് എംപ്ലോയിഡ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് എം പി എല്ലും അതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. Marginal rate of substitution between factors is equal to the ratio of marginal physical product of the factors. Marginal rate of substitution between factors തമ്മിലുള്ള marginal rate of substitution എന്തിന്? ratio of marginal physical product of factors. Therefore, in order to derive MRS from Cobb-Douglas production function, we use it to obtain marginal physical product of the two factors from the CD production. Q is equal to L alpha. Q is equal to L alpha ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എൽ എ. അപ്പോൾ എന്ത് ചെയ്യും? അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്താ കിട്ടുക? എൽ ആൽഫ ഇൻറ്റു എൽ ആൽഫ മൈനസ് 1 ഇൻറ്റു കെ റേസ് ടു ബീറ്റ. അതിലെന്ത് ചെയ്ത്? ആൽഫ മൈനസ് 1 എന്നുള്ളത് അതിൻ്റെ എന്ത് ചെയ്ത്? ഈ എൽ എന്ത് ചെയ്ത്? ഇവിടുന്ന് എൽ റേസ് ടു മൈനസ് 1ന് എന്ത് ഈക്വലാണ്? എൽ റേസ് ടു ആൽഫ ഡിവൈഡഡ് ബൈ എൽ. അത് എൽ അടിയിലേക്ക് കൊണ്ടുപോയി. ദെൻ നമുക്ക് കിട്ടിയത് എന്താണ്? എൽ ആൽഫ കെ റേസ് ടു ബീറ്റ എന്നാണല്ലോ. ഇതിൽ ഈ ന്യൂമറേറ്ററിലുള്ള ഭാഗം എന്താണ്? ക്യൂ ആണ്. ദെൻ ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ എന്ന് കിട്ടും. ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി എൽ റെപ്രസെൻറ്റ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലാബർ ആൻഡ് ക്യൂ ബൈ എൽ സ്റ്റാൻഡ് ഫോർ ദ ആവറേജ് ഓഫ് ലാബർ. ദോസ് എം പി എൽ ഈക്വൽ ടു ആൽഫ ഇൻറ്റു എ പി എൽ. അതുപോലെ തന്നെ നമ്മൾ ഇത് കാണുമ്പോഴും എം പി കെ കാണുമ്പോഴും എന്ത് കിട്ടും? ബീറ്റ ഇൻറ്റു ആൽഫ ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ എന്ന് കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പി എൽ എന്നുള്ളത് എന്താണ്? എം പി എൽ ഈക്വൽ ടു ആൽഫ ഇൻറ്റു എ പി എൽ എന്ന് കിട്ടും. അതുപോലെ എ പി എൽ എന്ന് കിട്ടും. അതുപോലെ തന്നെ എം പി കെ എന്നുള്ളതും അതുപോലെ എന്ത് കിട്ടും? ബീറ്റ ഇൻറ്റു ക്യൂ എ പി കെ എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? എം പി എൽ ഡിവൈഡ് ബൈ എം പി കെ കാണും. എം പി എൽ ഡിവൈഡ് ബൈ എം ആർ എസ് എൽ കെ ആണ് കാണും. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എൽ കെ കാണുമ്പോൾ എം പി എൽ ഡിവൈഡ് ബൈ എം പി കെ. അപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എം ആർ എസ് എൽ കെ എന്ന് പറയുന്നത് എം പി എൽ ഡിവൈഡ് ബൈ എം പി കെ ആണ്. എം പി എൽ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ എൽ ഓൾ ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ കെ എന്നാണ്. അപ്പോൾ എന്ത് ഈ ബീറ്റ എന്ത് ചെയ്ത്? ഈ ബീറ്റ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ഈ ഇതിനെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുക ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ക്യൂവും വെട്ടിപ്പോകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആൽഫ ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു കെ ബൈ എൽ എ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഉണ്ടാകുക ആൽഫ ഡിവൈഡ് ബൈ ബീറ്റ ഇൻറ്റു കെ ബൈ എൽ എ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. The elasticity of factor substitution between labor and capital CD production function. Elasticity of substitution between labor and capital CD production is equal to D into K by L divided by K by L. That is D into MRTS LK divided by MRTS LK. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഇത് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. ടി കെ എൽ ഡിവൈഡ് ബൈ കെ ബൈ എൽ ഡി ആൽഫ. ഇത് നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ്. MRTS LK MRTS LK. ഓക്കെ, അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആൻസർ വെട്ടിപ്പോകുമ്പോൾ 1 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 1 എന്നുള്ള ആൻസർ കിട്ടും. അങ്ങനെ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. പിന്നെ റിട്ടേൺസ് സ്കെയിൽ 5ാമത്തത് an important property of CD production function is equal to
ഫംഗ്ഷൻ ഈസ് ദാറ്റ് സം ഓഫ് ഈസ് കോമ്പണൻറ്റ് മെഷേഴ്സ് റിട്ടേൺസ് ടു സ്കെയിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ, ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ. CD production function and output elasticity of factors. The exponent of labor and capital. CD production function measures the output elasticity of labor and capital. Exponent of labor and capital, and that is in CD production function measures the output elasticity of labor and capital. Output elasticity factors refers to relative percentage change in output caused by given percentage change in variable factor. Any variable factor ഉള്ള മാറ്റത്തിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരും? വേരിയബിൾ ഫാക്ടർ ക്യാപിറ്റൽ എടുക്കുന്നെങ്കിൽ ക്യാപിറ്റലിലുള്ള മാറ്റത്തിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരും? ലേബറുള്ള മാറ്റത്തിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരും? അതർ മറ്റ് ഫാക്ടേഴ്സ് എന്തിൻ്റെ ആ സമയത്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദസ് ഡോ ക്യൂ ഡിവൈഡ് ബൈ ഡോ എൽ ഇൻറ്റു എൽ ക്യൂ, എൽ ഡിവൈഡഡ് ബൈ ക്യൂ, ആൻസർ കിട്ടുക ആൽഫ എന്ന് കിട്ടും. ദസ് എക്സ്പോണൻറ്റ് എ ഓഫ് ലേബർ CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഓഫ് ലേബർ. അത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ക്യാപിറ്റൽ വെച്ച് ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഓഫ് ക്യാപിറ്റൽ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടുക എന്തായിരിക്കും? ബി എന്ന് കിട്ടുക. ബി എന്ന് പറയാം ബീറ്റ. ദെയർഫോർ ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു ബി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയും ആയിരിക്കും. ലേബർ വെച്ച് കാണുമ്പോൾ ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ ക്യൂ ഡിവൈഡ് ബൈ ഡോ എൽ ഇൻറ്റു എൽ ബൈ ക്യൂ. അത് നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക ആൽഫ എന്ന് കിട്ടും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് ഡോ ക്യൂ ഡിവൈഡ് ബൈ ഡോ കെ ഇൻറ്റു കെ ബൈ ക്യൂ. നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ക്യൂ ചേഞ്ച് ഇൻ ക്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പോൾ ഇവിടെ പിക്ക് പകരം ലേബറാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലേബറാണ് എടുക്കുന്നത്, രണ്ടാമത്തെ ക്യാപിറ്റലാണ്. അതെടുക്കുമ്പോൾ ആൻസർ നമുക്ക് കിട്ടുക ലേബർ വെച്ചെടുക്കുമ്പോൾ ആൽഫയും കിട്ടും, ക്യാപിറ്റൽ വെച്ചെടുക്കുമ്പോൾ ബീറ്റയും കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫയും ബീറ്റയുമാണ്. വെൻ ദ സം ഓഫ് components alpha plus beta, two factors CD production is equal to 1, it would show constant return scale. Alpha plus beta 1 ആണെങ്കിൽ അത് constant return scale ആണ്. അതിനർത്ഥം ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്നാണ്. The exponents of labor and capital alpha and beta in CD production function measures the output elasticity of labor and capital respectively. ആൽഫ ലേബറിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റിയും ബീറ്റ ക്യാപിറ്റലിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി. ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റി ഫാക്ടർ ഷോ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് റിസൾട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ സൂചിപ്പിക്കുന്നത് ലേബറിലുള്ള മാറ്റത്തിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു. ബീറ്റ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റലിൽ മാറ്റത്തിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് അവിടെ കിട്ടുക. CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫാക്ടർ ഇൻറ്റൻസിറ്റി മെഷേർഡ് ബൈ ദ റേഷ്യോ. CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫാക്ടർ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. ഹയർ ദ റേഷ്യോ ദ മോർ ലേബർ ഇൻറ്റൻസിറ്റി ടെക്നിക്ക്. ഇതിൽ ഏത് ഫാക്ടറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യും. ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. അത് വലിയ സംഖ്യ ആണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേഷ്യോൻ്റെ വാല്യൂ സ്മോളർ ആണെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന്. ദ എഫിഷ്യൻസി ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മെഷർ ബൈ ദ കോഫിഷ്യൻറ്റ്. ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലുള്ള ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നത് കോഫിഷ്യൻറ്റ് എ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത്. Uses and importance of CD production function. ഒന്ന് marginal productivity distribution. It has been verified in this theory that each factor is paid according to the value of its marginal productive. ഈ തിയറി പ്രകാരം വെരിഫൈ ഈച്ച് ഫാക്ടറിന് നമ്മൾ പെയ്ഡ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലേബറിന് കൊടുക്കുന്ന ചാർജ് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് എക്സോസ്റ്റഡ് ദാറ്റ് CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് എലൂസ് തിയറം. CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എലൂസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. Q is equal to alpha into Q plus 1 minus alpha into Q. It shows that if each factor is paid according to its marginal product. ലേബറിന് നമ്മൾ ഇത് കൊടുക്കുക, അതിൻ്റെ പെയ്ഡ് ചെയ്യാൻ ഫാക്ടേഴ്സിന് പെയ്ഡ് ചെയ്യുക, അതിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ക്യാപിറ്റലിന് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പെയ്ഡ് ചെയ്യുക. ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻ ദ റെസ്പെക്റ്റീവ് പ്രപ്പോർഷൻ ആൽഫ ആൻഡ് 1 മൈനസ് ആൽഫ. ഓക്കെ, ഇനി ഡിറ്റർമിൻ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. ദ CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് എ ലേബർ ആൻഡ് ക്യാപിറ്റൽ. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുക. NPL ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത ആൽഫ ഇൻറ്റു FPL കിട്ടും. NPK എന്ന് കിട്ടുക 1 മൈനസ് ആൽഫ ഇൻറ്റു FPK അല്ലെങ്കിൽ ബീറ്റ ഇൻറ്റു FPK. ഓക്കെ, ടു ഡിറ്റർമിൻ MRTS ഓഫ് ഫാക്ടേഴ്സ്. MRTS LK ഈക്വൽ ടു MPL ഡിവൈഡ് ബൈ MPK. അപ്പോൾ നമുക്ക് കിട്ടുക ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു K ബൈ L എന്ന് കിട്ടും. To determine elasticity of substitution. The function gives the elasticity of substitution between factors since the production function is linearly homogeneous. Elasticity of substitution equal to 1. Elasticity of substitution എന്തായിരിക്കും? 1 ആയിരിക്കും. linearly homogeneous production function ആയതുകൊണ്ട് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആയതുകൊണ്ട്. In the CD production function, the factor intensity is measured by the ratio alpha divided by 1 minus alpha. നേരത്തെ നമ്മൾ പറഞ്ഞു. To determine the efficiency of production function. Efficiency is measured by the coefficient A ആണ്. A കൊണ്ടാണ് ഇത് മെഷർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡിറ്റർമിൻ ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ
ടു ഫൈൻഡ് റിട്ടേൺസ് സ്കെയിൽ നമ്മൾ പറഞ്ഞു ആൽഫ പ്ലസ് ബീറ്റ ഇക്വൽ ടു 1 ആണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ ആൽഫ പ്ലസ് ബീറ്റ ഇക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണ് ഇൻക്രീസ് റിട്ടേൺസ് സ്കെയിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ലെസ് ദാൻ 1 ആണ് ഡിക്രീസ് റിട്ടേൺസ് സ്കെയിൽ. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. ഇറ്റ് അസ്യൂംസ് യൂണിറ്ററി ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബട്ട് ഇൻ റിയൽ ലൈഫ് ഇലാസ്റ്റിറ്റീസ് ആർ ഡിഫറൻറ്റ് ഫ്രം യൂണിറ്റി. ഇത് അസ്യൂം ചെയ്യുന്നത് യൂണിറ്ററി ഇലാസ്റ്റിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പക്ഷേ റിയൽ ലൈഫിൽ ഇത് ശരിയല്ല. ഓക്കെ, there is a problem concerning aggregation. We can not obtain an aggregate CD production function by an aggregation of micro CD production function. ഇതിൽ ആഗ്രിഗേറ്റ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് അസംഷൻ. ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻപുട്ട് ആർ ഹോമോജീനിയസ് ആസ് ലിമിറ്റേഷൻ. ലേബറും ക്യാപിറ്റൽ ഹോമോജീനിയസ് എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷനാണ്. അതേപോലെ തന്നെ ദ കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് എ പ്രിയോറി ആർബിട്രറി അസംഷൻ വിച്ച് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എനി അനാലിസിസ് ഓഫ് ദ അവൈലബിൾ മെറ്റീരിയൽ. ഇതൊരു മുൻകൂട്ടി കൊടുക്കുന്ന ഒരു പ്രിയോറി ആർബിട്രറി അസംഷൻ മാത്രമാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ. അതിന് കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇത് കൃത്യമായിട്ട് പറയുന്നില്ല ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കോംപ്ലക്സ് ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.